സംഭവം കൊള്ളാലോ. ബോർഡർ കഴിഞ്ഞാൽ പിന്നെ അത് സൗദീൻ്റെ ഭാഗമാണ്. ആടെ കാണുന്ന ലൈറ്റ് അത് സൗദീൻ്റെ ഭാഗമാണ്. ഹായ്, അപ്പോൾ ഞാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ഖത്തർ വിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയെന്ന്. ഞാൻ കുറേ സമയമായി ഇങ്ങനെ നെറ്റിലെല്ലാം സെർച്ച് ചെയ്യുന്നത്. അങ്ങനെ എവിടെയാണെന്നൊരു ക്യാമ്പിങ് ചെയ്യാൻ പറ്റിയ സ്ഥലം കിട്ടുക എന്നുള്ളത്. അങ്ങനെ കുറേ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. കാരണം ഖത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിൻ്റെ ചുറ്റുഭാഗം ഏകദേശം ഫുള്ള് കടലാണ്. അന്നേരം ഇഷ്ടംപോലെ ബീച്ചുകളുണ്ട്. അന്നേരം വ്യത്യസ്തമായ ഒരു ബീച്ചിൽ പോയി ടെൻ്റടിക്കുക എന്നുള്ളത് ആണ് എൻ്റെ ഇന്നത്തെ പ്ലാന്. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അൽ ഖറൈജ് ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ച് കിട്ടിയിട്ടുണ്ട്. ഏകദേശം സൗദി ബോർഡറിൻ്റെ അങ്ങോട്ട് തന്നെയാണുള്ളത് ബീച്ച്. അന്നേരം അവിടെ എന്താണ് സംഭവം ഒന്നും അറിയില്ല. നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്താൽ അവിടെ ടെൻ്റ് അടിച്ചിട്ടൊന്നും കാണണമെന്നില്ല. ഇനി അവിടെ പോയി ടെൻ്റ് അടിക്കാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയില്ല എനിക്ക്. അങ്ങോട്ടാണ് ഞാൻ വെച്ച് പിടിക്കുന്നത്. ഏകദേശം 85 കിലോമീറ്ററോളം ഉണ്ട് അങ്ങോട്ട്. അത്യാവശ്യം നല്ലൊരു ബീച്ചും നല്ല ഫാമിലി ബീച്ചിൻ്റെ ഒരു നല്ല സെറ്റപ്പ് ആക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അന്നേരം അഥവാ അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ചപ്പുറം അങ്ങാറ്റം പോയാൽ അടിക്കാം. ചുറ്റുഭാഗം ബീച്ചാണെന്നല്ല, അന്നേരം ഉൾക്കടൽ ഏരിയ ആണ് ഖത്തർ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത്. അന്നേരം ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അന്നേരം നോക്കാം. ഏകദേശം സമയം ഇപ്പോൾ ഉച്ച ഒരു 3-3:30 കഴിഞ്ഞ്. അങ്ങോട്ട് എത്തുമ്പോൾ എന്തായാലും ഇരുടാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചിന്. എന്തായാലും അങ്ങോട്ട് പോകാം, അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ. അപ്പോൾ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കിട്ടിയ സാധനങ്ങളെല്ലാം ഭാര്യ വെച്ചിട്ടുണ്ട്. എന്തെല്ലാം കുറവുണ്ടാവും കൂടുതലുണ്ടാവും ഒന്നും അറിയില്ല. പാത്രം എടുത്തിട്ടുണ്ട്, നമ്മൾ ഇതെടുത്തിട്ടുണ്ട്, നമ്മളെ ക്യാമറ എല്ലാം അടിയുണ്ട്. എൻ്റെ സാധനമെല്ലാം ഒരു സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മളെ വലിയ വണ്ടി ആയതുകൊണ്ട് എല്ലാം എടുത്തിടാം. പിന്നെ ആവശ്യം ഉള്ളതോ ഇല്ലതോ ഒന്നും അറിയില്ല. ഇത് ലൈറ്റുകൾ, ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ്. ഇത് ഫുള്ള് 4 ലൈറ്റ് ഫുൾ ചാർജാക്കി വെച്ചിട്ടുണ്ട്. അന്നേരം ഇത് എടുക്കണം, അത് എടുക്കട്ടെ. ഒരു കീസിലിടാം. നമ്മളെ പുതപ്പീടിയുണ്ട്. എന്താ ടെൻ്റ് ആടിയുണ്ട്. പുതപ്പീടൊക്കെ. അപ്പോൾ സാധനങ്ങൾ മൊത്തം എടുത്ത് വെച്ച് കേട്ടാ. എന്തെല്ലാം എടുത്തത് എന്തെല്ലാം എടുക്കാത്തത് ഒന്നും അറിയില്ല കേട്ടോ. കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ ഒന്നും അറിയില്ല. അത്യാവശ്യം എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ കുറച്ച് ഫുഡ് ഉണ്ടാക്കണ്ടേ, ആ ഗ്യാസ് കത്തണം. എന്തായാലും ഫുഡെല്ലാം ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും നമുക്ക് സമയമില്ല. എന്തായാലും വേറെ ഒന്നും എടുക്കാനില്ല എന്ന് വിചാരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വെള്ളം വാങ്ങിക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ വിടണം. ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള റബാവി ഹൈപ്പർ മാർക്കറ്റ്. അത് ഞാൻ ഒരു ട്രോളി എടുത്ത് എനിക്ക് വേണ്ടുന്ന സാധനം. അല്ല അടുത്ത നമ്മളെ കുട്ടേട്ടനല്ലേ അത്. അടുക്ക് അല്ല ഇതാരാ നല്ല അല്ല എവിടെയാ വന്ന്? അല്ല എന്തെല്ലാം വിശേഷം? സുഖല്ലേ? ഫാമിലി ഉണ്ടോ? എന്താ എന്തെല്ലാം പേര്? എന്താ പേര്? ഇത് പോട്ടെ. ഞാൻ ഒരു സ്ഥലം വരെ പോയെന്ന്. പോട്ടെ, കാണാം. അപ്പോൾ നമ്മൾ റബാവിൽ നിന്ന് അത്യാവശ്യം സാധനങ്ങളെല്ലാം വാങ്ങിച്ച് എല്ലാം അത്യാവശ്യം ആയിന്ന് വിചാരിക്കുന്നത്. നോക്കാം. ഓക്കെ. ഇനി നേരെ ചായയും കുടിക്കണം, വിടണം. അപ്പം നമ്മൾ വാങ്ങിച്ച സ്റ്റൗ വർക്കാകുന്നുണ്ടാകുന്ന കിടന്നെ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മളെല്ലാ പണിയും പാടും. അതുകൊണ്ട് സ്റ്റൗവിൻ്റെ ഒരു ഗ്യാസ് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. കുറ്റി എങ്ങനെയാണ് ഇടൽ ഞാൻ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനും ഇങ്ങനെയാണ് ഇടൽ. ഓക്കെ. ലോക്കായി തോന്നുന്നു. എന്തെല്ലോ ഗ്യാസിൻ്റെ മണം കേൾക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ലൈറ്റർ വെച്ച് കത്തിച്ച് നോക്കട്ടെ. സാധനം കത്തുന്നുണ്ട്. വലിയ തീയൊന്നും വരുന്ന കാണുന്നില്ല. കംപ്ലൈൻ്റ് ആയിരിക്കോ? വേറെ സാധനം വാങ്ങേണ്ടി വരുമോ? അപ്പം ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. ഒന്ന് പുതിയതൊന്ന് വാങ്ങി 69 ഉറുപ്പ്യ കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാം ഗ്യാസാണ്, ഗ്യാസ് അടുപ്പാണ്. അന്നേരം അത് കംപ്ലൈൻ്റ് ആയാൽ എല്ലാം പോയി. അന്നേരം പിന്നെ ഒന്നും നോക്കിയിട്ടില്ല. അവിടെ പോയിട്ട് ഇതാകാൻ കഴിയില്ല. കാരണം ചിക്കനെല്ലാം വാങ്ങിച്ചാൽ ഞാൻ വാങ്ങിച്ചത് പറഞ്ഞിട്ടില്ല.
ചിക്കൻ വാങ്ങിച്ചു, പിന്നെ പൊറോട്ടയും വാങ്ങിച്ചു. ഇനി അവിടെ പോയിട്ട് ചിക്കൻ ഞാൻ നല്ല ഫ്രൈ പോലെല്ലാം ആക്കും. കുറച്ച് ഉള്ളിയും ഇതെല്ലാം എടുത്തിട്ടുണ്ട്. എന്നാലും ചിക്കൻ ഫ്രൈ പോലെ ആക്കിയിട്ട് നമുക്ക് അവിടെ പോയിട്ട് സെറ്റാക്കാം. എന്തായാലും ഞാൻ ചായ വാങ്ങിക്കിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളെ ഫൈസൽ ഖാൻ്റെ സ്റ്റുഡിയോ ആയത് നമ്മൾ പണ്ടേ ഉള്ള ചങ്ങായി മാറാന്നട്ടാ. നമ്മളെ സ്റ്റുഡിയോയിൽ 2-3 പിള്ളേരുണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ്. ഹായ്, നമ്മൾ ലോങ് ടൈമുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ അല്ലേ. ഹായ്, എന്തെല്ലാം വിശേഷം? സുഖമല്ലേ? നമ്മൾ ലഡാക്ക് യാത്രയെല്ലാം ഇങ്ങനെ കണ്ട് കമൻ്റ് അടിക്കുന്ന ആൾക്കാരാണ്. എന്താ പേരെന്നാ പറഞ്ഞേ? മലയാളി വരട്ടെ. നിങ്ങൾ പേരെന്നാ പറഞ്ഞേ? മലയാളം പറയുന്ന ആൾ മലയാളി അല്ല കേട്ടാ. ശ്രീലങ്ക അല്ലടാ? ശ്രീലങ്ക. എന്താ പേര്? നീലാത്ത്. ഇത് നമ്മളെ മലയാളിയാണ് കേട്ടോ. എവിടെ സ്ഥലം പറഞ്ഞത്? ചേലാരി. പേരെന്നാ? ശരി, ഞാൻ പോട്ടെ. ഞാൻ ടെൻ്റ് അടിക്കാൻ പോയെന്ന്. ഫൈസൽഖാൻ്റെ സ്റ്റുഡിയോ ഒന്ന് കാണാം നമുക്ക്. ഇതാണ് നമ്മൾ ഫോട്ടോ എല്ലാം എടുക്കാൻ വരുന്ന സ്റ്റുഡിയോ. നമ്മൾ വണ്ടേ ഇവിടെ വരട്ടുണ്ട്. ഇത് ഫോട്ടോ എടുക്കുന്ന റൂമല്ലടാ? മോളല്ല, മോളിലൊന്ന് കയറി നോക്കാം. മോളിലൊന്നും ഇല്ലല്ലോ. ഇവിടെ ഉണ്ടല്ലേ. ഇവിടെയാണ് സ്റ്റുഡിയോ. നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ സ്റ്റുഡിയോ. വേറെ വലിയ പ്രത്യേകത ഒന്നുമില്ല. അവിടെ എന്തെല്ലോ താക്കുന്നുണ്ട്. കളർ മാറ്റാനാണെന്ന് തോന്നുന്നു. ഈ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പാസ്പോർട്ട് ഫോട്ടോത്തിനുള്ള കളർ മാറ്റേണ്ടി ആയിരിക്കുന്നതായിരിക്കുന്നത്. അങ്ങനെയായിരിക്കും. ഇതാണ് സ്റ്റുഡിയോ റൂം. മൊഞ്ചാനുള്ള സ്ഥലമെല്ലാം ഉണ്ടല്ലോ. ഞാൻ ടൈമില്ല, ഞാൻ എന്തായാലും പോയെന്ന്. എന്നാ പോട്ടെ. ഞാൻ ബീച്ചിൽ പോയെന്ന് ടെൻ്റ് അടിക്കാൻ. വരുന്നാ? നമുക്ക് അടുത്താഴ്ച പോവാം, സെറ്റാക്കാം. ഓക്കെ, ബൈ. അപ്പം ഞാനിപ്പോൾ സൗദി റോഡിലേക്ക് കയറി. ഇത് നേരെ പോകുന്നത് നമ്മളെ സൗദി അറേബ്യയിലേക്കുള്ള റോഡാണ് കേട്ടോ. ഒറ്റ റോഡേ ഉള്ളൂ നമ്മൾ ദോഹയിൽ നിന്ന് നേരിട്ടുള്ള ആ ഒറ്റ റോഡിലേക്ക്. പിന്നെ ബാക്കിയെല്ലാം ലിങ്ക് റോഡ്, എല്ലാ ഭാഗത്തുനിന്നും വരാനുള്ള ലിങ്ക് റോഡെല്ലാം ഉണ്ട്. സൂര്യൻ ഏകദേശം താണങ്ങ് എത്തി. നോക്കിയാൽ അങ്ങൊരു ചുവന്ന സാധനം കാണുന്നില്ലേ? സൂര്യൻ ഏകദേശം താണെത്തി. എന്തായാലും രാത്രി ആകുന്നതിന് മുമ്പ് എത്തുമെന്ന് വിചാരിക്കുന്നില്ല. നോക്കാം. ഇനി ഏകദേശം 82 കിലോമീറ്റർ ഈടുന്നുണ്ട് കേട്ടാ. എന്തായാലും പോന്ന് നമുക്ക് കാണാൻ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ. അപ്പോൾ ഇപ്പം മുഖൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തി. ഈ മുഖൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പണ്ട് കൊറോണൻ്റെ ആ സമയത്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കാൻ വേണ്ടിയിട്ട് റൂമുകളെല്ലാം സെറ്റാക്കിയ സ്ഥലമാണ് ഈ മുഖൈനസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെയായിരുന്നു കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പം നാട്ടിൽ നിന്നെല്ലാം വരുന്നവർ ക്വാറന്റൈനിൽ ഇരിക്കേണ്ട സ്ഥലം ഈ മുഖൈനസ് വരുന്നത്. ആ ഏരിയയിൽ അവിടെ ഇപ്പോൾ ഫുള്ള് ഇതായി മാറി. മറ്റേ നമ്മളെ കൺസ്ട്രക്ഷൻ വർക്കെല്ലാം ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന ഏരിയയായി മാറി. ഫുള്ള് അത്രക്കും ആൾക്കാരുണ്ട് അവിടെ താമസിക്കുന്നത്. ഏകദേശം ഒരു 10,000-ഓളം ആൾക്കാർ എന്തായാലും ഉണ്ട്. അതിൻ്റെ മുകളിലുണ്ടാവും. അവിടെ ഇപ്പം വലിയൊരു ഹൈപ്പർ മാർക്കറ്റിലും വന്ന് അടിപൊളിയായി. ലൊക്കേഷനിൽ 60 കിലോമീറ്റർ ഇനിയും ബാക്കിയുണ്ട്. 60 കിലോമീറ്റർ ഓടാൻ വേണ്ടി 48 മിനിറ്റ് ബാക്കിയുണ്ട്. എന്തായാലും സൂര്യൻ എന്തായാലും അവിടെ നമുക്ക് അസ്തമിക്കുന്നുള്ളത് ഉറപ്പായി. എന്തായാലും നമുക്ക് പോകാം. ലൊക്കേഷനിൽ കണ്ട് അങ്ങനെ അതിനകത്ത് കാണുന്ന ഫോട്ടോസ് എല്ലാം കണ്ടിട്ട് പോകുന്നതാണ്. ആ ബീച്ച് ഇനി ഫാമിലി ബീച്ചാണോ, ഇനി ടെൻ്റ് അടിക്കാൻ പറ്റൂലേ, ഒന്നും അറിയില്ല. എന്തായാലും പോയിട്ട് കാണാം. അപ്പോൾ സമയം കൂന ഇരുട്ട്. ഇനി ഏകദേശം 25 കിലോമീറ്ററും കൂടിയുണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഏകദേശം ഇരുടായി. പിന്നെ ഇങ്ങോട്ടെല്ലാം നമ്മൾ ഖത്തറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മുക്കിലും മൂലയിലും എന്ത് റോഡുണ്ടെങ്കിലും അത്യാവശ്യം ലൈറ്റ് ഉണ്ടാവും കേട്ടോ. എല്ലായിടത്തും റോഡിന് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവും. അതൊരു വലിയ ഉപകാരമാണ് നമുക്ക്. ചിലപ്പോൾ രാത്രി തന്നെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളെ വണ്ടീൻ്റെ ലൈറ്റ് ഓണാക്കാൻ മറന്നു പോകും. അങ്ങനത്തെയാണ്. അന്നേരം ഏത് സ്ഥലത്തും അത്യാവശ്യം എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. ഇവിടുന്ന് ഇനി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ലൈറ്റ് ഇല്ലാണ്ട് നിൽക്കുക. കുറച്ച് അങ്ങോട്ട് എത്തിയിട്ടാകുമ്പോൾ ഒരു കട്ടിങ് കാണിക്കുന്നുണ്ട്. അത് ലൈറ്റൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഈ റോഡ് നേരെ പോകുന്നത് ദുക്കാനിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് ഒരു റൈറ്റിലേക്ക് ഒരു കട്ടിങ് വരുന്നുണ്ട്, ഇറക്കം. അന്നേരം അങ്ങോട്ട് ഇറങ്ങണം. കീപ്പ് റൈറ്റ് തന്നെ പോകുന്നത്. ഇങ്ങോട്ട് ഞാൻ പണ്ട് കാലത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് കാട്ടിലെല്ലാം വർക്കിന് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ ഞാൻ ആ ബീച്ചിലേക്ക് പോയില്ല. അബു സാമ്ര, സൽവ, ഉംബാബ്, ദുക്കാൻ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ദുക്കാനിലേക്ക് പോകുന്ന റോഡാണ് ഇത്. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ടത്
ഇവിടുന്ന് യൂ ടേൺ അടിച്ചിട്ട് നമ്മളതിന് ബ്രിഡ്ജിൻ്റെ അപ്പുറം കിടക്കണം. ഇത് മുകളിലോട്ടുള്ള റോഡ്. അത് ക്രോസ് ചെയ്തിട്ട് നമുക്ക് നേരെയാ പോകേണ്ടത്. ഇവിടെ പറയും പോലെ ഒരു ബീച്ച്. അല്ല, ഇനി ഇതാണ് കേട്ടാ, ഇനി ഓഫ് റോഡാണ്. ഇനി അങ്ങോട്ട് മൊത്തം ഓഫ് റോഡാണ്. ഇനി കളികൾ വേറെ ലെവലായിരിക്കും. ഇനിയും 11 കിലോമീറ്റർ ഓഫ് റോഡ് പോകണം കേട്ടാ. ഇനി ഓഫ് റോഡ് പോകുന്ന മാത്രമല്ല, ഓഫ് റോഡ് കഴിഞ്ഞിട്ട് പുഴി ഉണ്ടാവുമെന്നറിയില്ല. പുഴി ഉണ്ടെങ്കിൽ ഇല്ല, അപ്പോൾ നമ്മളെ മറ്റേ വലിയ വണ്ടി ആയതുകൊണ്ട് പ്രശ്നമില്ല. പുഴി ഉണ്ടായാലും പുഴീൻ്റെ മുകളിലൂടെ കയറിപ്പോവും. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? വണ്ടിയിലോട്ട് റോഡ് ഇങ്ങനെ വൃത്തിയാക്കിയിട്ടില്ല കേട്ടാ. ഇപ്പം നല്ല റോഡ് ഇങ്ങനെ വൃത്തിയാക്കിയിട്ടെല്ലാം ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറേ ആൾക്കാർക്ക് കാടുണ്ട്. ഒട്ടകങ്ങളും ആടും ഇതെല്ലാം ഉള്ള കാടുകളുണ്ട്. അന്നേരം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, പണിക്ക് വന്നിട്ടുണ്ട്. പടച്ചോനെ, ഇവിടെ ഏതോ വേറെ റോഡെല്ലാം എത്തിയിട്ടാ. ഇതേതാ അവിടെ റോഡ്? അല്ല, ആ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഇതേടുന്ന് വരുന്ന റോഡോളി. എന്തായാലും രാവിലെ നോക്കാം. അടിപൊളി എന്തെല്ലോ സംഭവം കാണുന്നുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടല്ലോ. ഇതിപ്പോ രാത്രി ഒന്നും കാണുന്നില്ല, പരന്ന സ്ഥലാന്ന്. അടിപൊളി ഫുള്ള് പുഴിയെല്ലാം കാണുന്നുണ്ട് രണ്ട് സൈഡിലും. എന്തെല്ലാം സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് നോക്കാം രാവിലെ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് നോക്കാം. അടിപൊളി. ചിലപ്പോൾ നല്ല റോഡ് ഉണ്ടാവും കേട്ടാ. എനിക്ക് ലൊക്കേഷൻ കാണിച്ചു തരുന്നത് ഈ റോഡാണ്. അപ്പം നമ്മൾ ഏകദേശം ബീച്ചിൻ്റെ സൈഡിൽ എത്തി കേട്ടാ. ഇതാദ്യമായിട്ട് ഞാൻ വരുന്നോണ്ട് ഏതാത് ബീച്ചിൻ്റെ സൈഡ് ഏതാ ഇതൊന്നും അറിയുന്നില്ല. അടുത്ത് കടലിൻ്റെ ഇതെല്ലാം കാണിക്കുന്നുണ്ട് കാര്യമല്ലോ. അല്ലോ, ഞാൻ വന്ന പൊടിയായത്. അയ്യോ, ലൊക്കേഷനിൽ ഏകദേശം കാണുന്നുണ്ട് എത്തിയിട്ട്. ലൊക്കേഷനിൽ ഇങ്ങനെ കടലിൻ്റെ സൈഡെല്ലായിട്ട് കാണുന്നുണ്ട്. കണ്ടാ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തോ, നോ ലൈഫ് ഗാർഡ് ഓൺ ഡ്യൂട്ടി, സ്വിമ്മിങ് ഈസ് അറ്റ് യുവർ ഓൺ ദ റിസ്ക്, എമർജൻസി നമ്പർ. എന്ത് കളിക്കുകയോ എന്ത് ചെയ്താലും നിങ്ങൾ റിസ്കിലായിക്കോ. ഒരാൾ ഇവിടെ ഇല്ല നോക്കാനും പിടിക്കാനൊന്നും. എവിടെ ഇപ്പം പോവാ ടെൻ്റ് അടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഒരു ബിൽഡിങ് കഴിഞ്ഞ് ഇതാകുന്നില്ല, ഇതെന്താ ഒന്നും തിരിയുന്നില്ലല്ലോ. നമുക്കേതായാലും അങ്ങോട്ട് പോയി നോക്കാം. നല്ല സേഫായിട്ടുള്ള സ്ഥലം കിട്ടും ടെൻ്റ് അടിക്കാം. പണി 8ൻ്റെ പണി കിട്ടി. ഇവിടെ വലിയ ബോഡിതാ, നോ ക്യാമ്പിങ്, നോ ഫയറിങ്. ഒന്നും പറ്റൂല കേട്ടാ. അയ്യോ, ഖത്തർ പെട്രോളിയം. ഇത് പെട്രോളിയം ഏരിയ ആണ്. ദുഃഖാൻ്റെ ഇതായതുകൊണ്ട് ടെൻറ്റിങ്ങും കിൻറ്റിങ്ങും കണ്ടിങ്ങൊന്നും പറ്റൂല, ക്യാമ്പിങ്ങൊന്നും. അയ്യോ, വേറെ ഏതെങ്കിലും ബീച്ച് പിടിക്കേണ്ടി വരുമോ? വേറെ ഏതെങ്കിലും ബീച്ച് പോയി പിടിച്ചാലോ? ടെൻറ്റിങ് ഇതെല്ലാം ഉള്ളത്. അങ്ങോട്ട് പോയി നോക്കാം ഏകദേശം. എന്താ ചെയ്യുക, ചോദിച്ചോ കാര്യം കണ്ടിനെങ്കിൽ. ഇത് മൊത്തം ബീച്ചിൻ്റെ ഏരിയ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനത്തോളം ഇവിടെ ഒരു ബോട്ടുണ്ട് കിടക്കുന്നത്. അല്ല, ഇവിടെയെല്ലാം വണ്ടി വന്ന് പെട്ടുപോയിട്ട് വേണ്ട. അടിപൊളി വെള്ളവും മത്സ്യമെല്ലാം തുള്ളുന്നുണ്ടല്ലോ. മത്സ്യത്തിനെല്ലാം പിടിച്ച് കറി വെക്കാനും. എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം? ഒന്നും പറ്റൂല കേട്ടോ ഇവിടെ. ടെൻറ്റിങ്, ക്യാമ്പിങ്, സ്വിമ്മിങ് ഒന്നും പറ്റൂല. അല്ല, സ്വിമ്മിങ് പ്രശ്നമില്ല. എന്താ ചെയ്യുക, അപ്പുറം എവിടെയെങ്കിലും ഏരിയ ഉണ്ടോ നോക്കട്ടെ. എന്നിട്ട് ഞാൻ കുറേ ഇങ്ങോട്ട് വന്നു. ഇതിപ്പോൾ സൗദി ബോർഡർ. ഇതാ അപ്പുറം അങ്ങ് കാണുന്നത് സൗദി, ലൈറ്റ് കാണുന്നത് സൗദിയാണ്. ഖത്തർ ബോർഡർ ഏകദേശം എത്താനായി തോന്നുന്നു. കുറേതാ അങ്ങ് കാണുന്ന ലൈറ്റിലും കാണുന്നത് ഖത്തർ ബോർഡറിൻ്റെ ഏകദേശം ഒരു സ്ഥലമാണ്. എന്നിട്ട് ഞാൻ കുറേ ഇങ്ങോട്ട് വന്നു. അന്ന് ഇങ്ങനത്തെ വണ്ടി ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പുഴിയായിരുന്നു, ഫുള്ള് പുഴിയായിരുന്നു. കുറേ ഇങ്ങോട്ട് വന്നത്. നിലാവാടുന്ന് ഉദിച്ച് വരുന്നുണ്ട്. അന്നേരം ഞാനിപ്പോൾ ലൈറ്റ്, അന്നേരം ഞാൻ ഇപ്പം പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇതിലൂടെ കുറേ വണ്ടിയെല്ലാം പോയത് കാണുന്നുണ്ട്. ഈടെ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ചിട്ട് ഈടെ നമുക്ക് ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് രാവിലെ ആകുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് എന്തെല്ലാം കാണാനുള്ള അതെല്ലാം കാണാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോക്ക് മണ്ടത്തരാണ്. കാരണം കുഴിയില്ലേ, നല്ലോണം ഉള്ള സ്ഥലമെല്ലാം ഉണ്ടാവും. അവിടെയെല്ലാം ഞാൻ ഒറ്റയ്ക്ക് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എൻ്റെ അടുത്ത് അതിനുള്ള കയറി മറിയാനുള്ള സാധനങ്ങളൊന്നും ഇല്ല. അന്നേരം നമ്മൾ അധികം പോയിട്ട് വെറുതെ മണ്ടത്തരം കാണിക്കണ്ട. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാനായിരിക്കുന്നത്, ഇടിയങ്ങാട്ട് അടിക്കാനായിരിക്കുന്നത്. ഇടിയങ്ങാട്ട് ടെൻ്റ് അടിച്ച് ഇവിടെ കിടക്കാം. അതാണ് പരിപാടിയുള്ളത്. അപ്പോൾ സമയം 6:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രാത്രിയായി. ഇവിടെ 5:30 ആകുമ്പോൾ ഇരുടാകുന്നതാണ്. അന്നേരം ഞാൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടെൻ്റ് അടിക്കേണ്ട പരിപാടിയാണ്. ഏകദേശം ഞാൻ പറഞ്ഞില്ല, സൗദി ബോർഡറിൻ്റെ അപ്പുറത്തേക്ക് എത്തി. അതാ സൗദി ബോർഡറിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങെല്ലാം കാണുന്നുണ്ട്. അന്നേരം തൽക്കാലം ഇവിടെ ടെൻ്റ് അടിച്ച് ഇവിടെ എന്താ പറയുക, ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ ഉണ്ടാക്കി ഇവിടെ കടന്നിറങ്ങേണ്ട പരിപാടിയാണ്. എന്തായാലും ടെൻ്റ് എടുത്ത് അടിക്കട്ടെ. ഓക്കെ. ആരും ആൾക്കാരും ബന്ധാരും ഒന്നും കാണുന്നില്ല കേട്ടോ. ഒരു മനുഷ്യരെ പോലും കാണുന്നില്ല. കുറേ വണ്ടികളെല്ലാം പോയ അടയാളെല്ലാം കാണുന്നുണ്ട്. ചെരുപ്പിൻ്റെ അടയാളം, ഒട്ടകം നടന്ന അടയാളം എല്ലാം കാണുന്നുണ്ട്. വേറെ ഒന്നും കാണുന്നില്ല, ഒരു മനുഷ്യനെയും കാണുന്നില്ല. ഒന്നും നോക്കണം, നമ്മളെ ഖത്തറല്ലേ, ഒന്നും നോക്കണം. ഇവിടെ ടെൻ്റ് അടിക്കണം. അപ്പോൾ ടെൻ്റ് ഇവിടെയുണ്ട്. ടെൻ്റ് ഇതുവരെ ഞാൻ പൊളിച്ചിട്ടില്ല, ആദ്യമായിട്ട് പൊളിക്കുന്നു. അങ്ങനെ ഒരു ലൈറ്റ് കാണുന്നുണ്ട്, ഇങ്ങനെ ഒരു വണ്ടി വരുന്നത്. അതിലൂടെ അങ്ങോട്ട് റോഡുണ്ട് തോന്നുന്നു. എങ്ങനെ ഇത് അടിക്കണ്ടേന്ന് തന്നെ എനിക്കറിയില്ല. സാധാരണ എങ്ങനെ നീർത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഫുള്ള് നീർന്ന് ടെൻ്റാന്ന് തോന്നുന്നു. നമ്മൾ ആദ്യത്തെ ടെൻ്റെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൊള്ളിയെല്ലാം എടുത്ത് കുത്തു ഇതെല്ലാം ആക്കണം. സാധാരണ നിർത്തിക്കഴിഞ്ഞാൽ അങ്ങനെ നീരും തോന്നും. സംഭവം കൊള്ളാലോ. നീ എന്നാ കുറേ കൊള്ളിയുണ്ടോ? സംഭവം 3 ആക്കെല്ലാം കിടക്കാട്ടാ, അടിപൊളിയായിട്ട്. നോക്കിയേ, എത്രയാക്കി തരാ. ഒരു കൊള്ളിയെല്ലാം വീണ് മറ്റേ രണ്ടാടും അടിക്കേണ്ട കൊള്ളിയായിരിക്കും. ഇത് എടുക്കട്ടെ, അതൊന്നും നമുക്ക് വേണ്ട. ഇപ്പോൾ അപ്പം നമുക്ക് നമ്മളെ അടി പിരിക്കേണ്ട സാധനം പിരിക്കട്ടെ. ഫസ്റ്റ് പുതപ്പ് ഇരിക്കട്ടെ, അടിയിൽ ഇരിക്കേണ്ട പുതപ്പ്. ഓക്കെ, നമ്മളൊരാളല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ മതി. ഇങ്ങനെ ഇരിക്കാം. ടെൻ്റിനുള്ളിൽ പുഴിയുണ്ടോ? ഇല്ല. അടിയിലെ പുഴി ഇതില്ല, ലെവലില്ല. അതുകൊണ്ട് പ്രശ്നമില്ല. പുഴിയായതുകൊണ്ട് പ്രശ്നമില്ല. വേറെ എന്തെങ്കിലാണെങ്കിൽ വലിയ വിഷയമുള്ളൂ. ഓക്കെ, സെറ്റ്. നമ്മൾ തനങ്ങാണി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ടെൻ്റ് അടിപൊളി സെറ്റ്, നല്ല കളറ്. അയ്യോ, തനങ്ങാണി. അപ്പോൾ ഫസ്റ്റത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ വാങ്ങിച്ച ഗ്യാസ് കത്തിക്കുക എന്നുള്ളതാണ്. പൊളിച്ച് നോക്കട്ടെ. പുതിയതായതുകൊണ്ട് പിന്നെ കത്തുമെന്ന് വിചാരിക്കാം. കച്ചറൊന്നും ഇടിയുണ്ട്. കച്ചറെല്ലാം നമ്മളെ ടെൻറ്റിൻ്റെ ഉള്ളിലിട്ടിട്ട് നമുക്ക് എടുത്തു നോക്കാം. പുതിയതായത് കത്തുമായിരിക്കും. ഇതാണ് ഗ്യാസ് അടുപ്പ്. നമ്മൾ കൊണ്ടുവന്ന പോലത്തെ സാധനം തന്നെ. അതിൽ വലിയ ഇതൊന്നുമില്ല, മാറ്റമൊന്നുമില്ല. ഇതൊന്നാ ഇത് പുറത്തുനിന്ന് ഗ്യാസ് കുത്തണ്ടേ. ഗ്യാസ് അടുപ്പ് നോക്കട്ട്. പെട്ടിയുടെ മാറ്റി വെക്കാം. പെട്ടീൻ്റെ മുകളിൽ വെക്കാം അല്ലേ. ഓക്കെ ഓക്കെ, ഏറ്റവും നമുക്ക് വേണ്ട.
പൊട്ടുന്നുണ്ട്. വെള്ളെന്താ വിളി? ഓക്കെ, ഗ്യാസ് ഇട്ട് ഓക്കെ സെറ്റ് കേട്ടാ. അടുപ്പ് സെറ്റായി, അടുപ്പ് സെറ്റ് കേട്ടാ. വാ, എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഓരോരോ സാധനം മറക്കും എന്നുള്ളത്. കട്ടിംഗ് ബോർഡ് എടുക്കാൻ മറന്നു. ഇനി ഇതിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്യുക. ഞാൻ ഫ്രഷ് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ കട്ട് ചെയ്തിട്ട് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ പോലെ ആക്കാം. പെട്ടെന്നാകുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആക്കാം. എന്നിട്ട് ഞാൻ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട്. പൊറോട്ട ഇട്ടിട്ട് നമുക്ക് ഇതാക്കിയെടുത്ത് നമുക്ക് അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുക, എന്നിട്ട് കഴിക്കുക. എന്നിട്ട് എന്താണ് ഇവിടുത്തെ കാഴ്ചകൾ ഇപ്പോൾ രാത്രി ഒന്നും കാണിച്ചു തരാൻ കഴിയില്ലല്ലോ. അന്നേരം അതാണ് ഇപ്പോൾ ആദ്യത്തെ പരിപാടി. നമ്മൾ ഏതായാലും കുക്ക് ചെയ്യേണ്ട എല്ലാ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ആക്കട്ടെ. ഓക്കെ, കത്തി എടുത്തിട്ട് എന്തായാലും ആദ്യം ഏതായാലും നമുക്കൊരു ചിക്കൻ കട്ട് ചെയ്യാം. ചിക്കൻ ഇങ്ങനത്തെ വെച്ച് കട്ട് ചെയ്യാം. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? നിലാവ് പൊന്തി വരുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ലൈറ്റ് ഉണ്ട് കേട്ടോ. അങ്ങോട്ടെല്ലാം ഇപ്പം കാണുന്നുണ്ട് അത്യാവശ്യം കുറച്ച്. ചിക്കൻ ഇത് ഫുള്ളൊന്നും നമുക്ക് ശരിക്കും വേണ്ട. ചിക്കന് ബാക്കി എടുത്തു വെക്കാൻ തോന്നുന്നു. നമുക്ക് ഏതിലെങ്കിലും എടുത്ത് വെക്കാം. റൂമിലേക്ക് കൊണ്ട് തണുപ്പായതുകൊണ്ട് അങ്ങനെ പോയി പോകില്ലല്ലോ. എന്തായാലും രാവിലത്തേക്ക് പോയി പോലാന്നിരിക്കാം. ആവശ്യമുള്ളത് മാത്രം എടുത്താൽ പോരെ. ആവശ്യമുള്ളത് എത്രയാണെന്ന് വെച്ചെടുക്കാം. കത്തിന് മൂർച്ചെല്ലാം പോയാ കാലങ്ങോട്ട്. കത്തിന് മൂർച്ചയാക്കാൻ എന്നാ സാധനമുള്ളത്? കത്തിന് മൂർച്ച പോയാ ഇപ്പം ഒന്നും പത്ത് കഴിയില്ല. ഉള്ള മൂർച്ച കൊണ്ട് ഉണ്ടല്ല, തലക്ക് മുറിച്ചുകൊണ്ടില്ലേ. തലക്കര ചിക്കൻ മതി. ബാക്കി നമുക്ക് കീസിൽ തന്നെ പൊതിഞ്ഞിട്ടില്ലേ, അതിൻ്റെ ഒരു കീസുണ്ട്, അതിൻ്റെ എടുത്തിട്ട് വെക്കാം. റൂം പോയി ചിക്കൻ കറി ഉണ്ടാക്കാമല്ലോ. ചിക്കൻ എത്ര പൈസ? ഈ ഒരു പീസ് ചിക്കന് നാട്ടിൽ ഏകദേശം ഒരു 400 റുപ്യ ആവും കേട്ടോ. നാട്ടിൽ 400 റുപ്യ വരും. ഫ്രഷ് ആയതുകൊണ്ടാണ് ചിക്കന്, അല്ലെങ്കിൽ കുറയും, കുറച്ച് വില കുറയും. ഫ്രഷ് ചിക്കൻ ആയതുകൊണ്ട് ഒരു നാട്ടിൽ 400 റുപ്യ വരും. ചിക്കനെ തോല് കൊടുക്കാൻ ഇവിടെ പൂച്ചൊന്നുമില്ല. ഏതായാലും വേസ്റ്റെല്ലാം ഒപ്പരം കളയാ. അപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സാധനം മുറിക്കട്ടെ. എല്ലാ സാധനമൊന്നും എടുത്തില്ല ഞാൻ, അങ്ങനെ ഉള്ള സാധനം വെച്ച് മുറിക്കാം. അപ്പോൾ ഉള്ളി, പച്ചമുളക്, തക്കാളി, ചിക്കൻ, വേറെ കൂടുതൽ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്തെല്ലാം ഏടാക്കാനുണ്ട്. വെളുത്തുള്ളി, നമ്മളെ മല്ലിച്ചപ്പ്, പിന്നെ ഇഞ്ചി, കുറേ ഏടാക്കാനുണ്ട്. പക്ഷേ ഇന്നത്തെ എൻ്റെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഏടാക്കുന്നില്ല. നമുക്ക് അതിൻ്റെ മസാലകളെല്ലാം ഇടാം. മിക്സ് മസാലയുണ്ട്, കാര്യങ്ങൾ മസാലയെല്ലാം ഇടാം. നമ്മുടെ ഗ്യാസ് അടുപ്പ് ഇവിടെ തയ്യാറാണ്. ടെൻറ്റ് ഇടിയുണ്ട്. ഇതാ ഞാനിതാ വണ്ടിയിൽ നിന്നാണ് കേട്ടോ കാര്യങ്ങൾ മൊത്തം ചെയ്യുന്നതാണ്. എൻ്റെ വണ്ടി ടെൻറ്റ് എല്ലാം കാണിച്ചതാ. ഇതാ ഇപ്പോൾ ശരിക്കല്ലേ, ഇതാണ്. അത് കടലാണ്. ഇത് ഫുള്ള് കടലാണ്. അതിൻ്റെ ബേക്കിൽ കടൽ ഇറങ്ങിയിട്ടാണ് ഉള്ളത്. നല്ലോണം ടെൻ്റ് ആടിയുണ്ട്, വണ്ടി ആടിയുണ്ട്. ഈടെ നല്ല ഒരു റോഡെല്ലാം കാണുന്നുണ്ട്, ഇങ്ങനെ ആൾക്കാർ പോകുന്നത്. നമ്മൾ നിലാവ് ഇതാ ആടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിന് ഇങ്ങനെ പൊന്തി ആടെ എത്തി. എന്തായാലും അതങ്ങനെ കേട്ട് അല്ല അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ പരിപാടിക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുറിച്ച് വെച്ച സാധനം അതിൻ്റെ ഉള്ളിലുണ്ട്. ചിക്കൻ ആടിയുണ്ട്. ബാക്കി ഐറ്റംസ് ഓയിലും കാര്യങ്ങളെല്ലാം അതിലുണ്ട്. ഗ്യാസ് ഇടിയുണ്ട്. ചെമ്പ് വെച്ചിട്ടുണ്ട്.
അതുകൊണ്ട് പൊറോട്ട ആടിയുണ്ടായി ചൂടാക്കണം. ഉള്ളിക്കേരി ഉണ്ടാക്കാം. സെറ്റ് പുഴിയുണ്ട്, പുഴി ശ്രദ്ധിക്കണം. കാറ്റില്ലാത്തതുകൊണ്ട് വലിയ ആശ്വാസമാണ് കേട്ടോ. കാറ്റുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും കഴിയില്ല. ഇതിന് പുറത്തുനിന്നും ഗ്യാസ് കുത്താൻ പറ്റും കേട്ടോ, അത് അടിപൊളി തന്നെ. മുറിച്ച് വെച്ച് ഇതെല്ലാം എടുത്തിട്ട് ഇറക്കുന്ന സാധനം കുറച്ച് വെള്ളയിക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ചിക്കനും എല്ലാം ഇട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിന് കുക്ക് ചെയ്ത് ഗ്യാസ് അടുപ്പ് അതിൻ്റെ മുകളിലുണ്ടായിരുന്നു. ഇത് പ്ലാസ്റ്റിക്കാണ്, എന്തോ ഭാഗ്യം ഞാൻ കണ്ടത്. അതങ്ങനെ നേരെ താഴെടുത്ത് വെച്ച് അടിയിലേക്ക് ചൂട് പിടിച്ചിട്ട് ഇടാനുണ്ട്. അങ്ങനെ ചെറിയ കാറ്റുണ്ട്, അതുകൊണ്ട് ഈ ബോർഡ് അങ്ങനെ അവിടെ എടുത്ത് വെച്ച് അങ്ങനെ നിലത്ത് വെച്ച് അടുത്ത് കൂടുതൽ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വേകുന്നുണ്ട്. ഇനി പൊടിയും കൂടി ഇട്ട് സെറ്റായാൽ സെറ്റാക്കാം. അപ്പോൾ നമ്മൾക്ക് പൊടികളിടാം. ആദ്യം കുറച്ച് കുറേ ആയിപ്പോയാ ഗരം മസാല ഇട്ട്, ചിക്കൻ മസാല ഇട്ട് കുറച്ച്, സ്പൂൺ ഇവിടെ, മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച്, മുളക് പൊടി ഇട്ട് കുറച്ച്, തീ കൂടുതലുണ്ടാ? തീ എങ്ങനെ വറുക്കുക? ചിക്കൻ ചെറുതായിട്ട് മുറിക്കണേനു, ചില്ലിയായിട്ട് മുറിക്കണേനു. ഞാനിത് മറന്നുപോയി. ചിക്കനാ നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് കറിയാക്കുന്ന പോലെ തന്നെ ആ കറിക്ക് വെച്ചിട്ട് മുറിച്ച്. സാറില്ല, കുഴപ്പമില്ല. നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പെടുത്ത് ഇതാരാ ഉപ്പിൽ ഇങ്ങനത്തെ കൊള്ളിയിട്ടിനി? ഇതെന്താ സ്പൂണ്? ഞാൻ ഇട്ടിട്ടില്ലല്ലോ. ഉപ്പ് നമുക്ക് എടുക്കാൻ മറന്നു പോയാലും പ്രശ്നമില്ല, കുറച്ച് കടൽ വെള്ളം കോരി വെച്ചാൽ മതി. ഉപ്പ് ഇട്ട് നമുക്ക് സാധനം ഏകദേശം സെറ്റായി. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഒന്നും ഓടി വരാണ്ടെന്നാൽ മതിയേനു. ഈടുന്നൊന്നും ഓടി വരാനൊന്നുമില്ല. ഈടുന്ന് ഓടി വരണ്ടെങ്കിൽ ഒട്ടകവാ വല്ല എന്തെങ്കിലും വരാനുള്ളൂ. പിന്നെ ഇപ്പം 2 പല്ലി പോയി ഇതിലൂടെ. പാമ്പൊന്നും ഉണ്ടാവില്ലാന്ന് തോന്നില്ല. പൊറോട്ട ചൂടാക്കാൻ അടുപ്പ് വെച്ച്. ഇതിലെത്ര പൊറോട്ടയുണ്ട്? 2 3 പൊറോട്ടയുണ്ട്. 3 പൊറോട്ട നമുക്ക് ധാരാളം. 2 പാക്കറ്റ് വാങ്ങിച്ചിന് 3 പൊറോട്ട മതിയാവും. 3 പീസിന് 2 റുപ്യ കേട്ടാ. 2 റുപ്യ ഉള്ളൂ. 3 പീസിന് 2 റുപ്യ ആകുമ്പോൾ ലാവാന്നല്ല. ഒരു പൊറോട്ടയ്ക്ക് സാധാരണ കടയിൽ 1 റുപ്യ ഉണ്ട്. അത് കൊള്ളാലോ. അപ്പോൾ നമ്മൾ പൊറോട്ടയും കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സെറ്റ്. അന്നേരം പൊറോട്ടയും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാവനപ്പം വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സാധനമെല്ലാം നാളെ രാവിലത്തേക്കുള്ളതാണ്. ചായൻ്റെ ചെമ്പും എല്ലാം ഉണ്ട്, അത് നാളെ രാവിലത്തേക്കുള്ളതാണ്.
7up മതി, ഇന്നിത് മതി, ഇത് ധാരാളം. ഇതന്നെ ഞാൻ കഴിക്കലില്ല, അങ്ങനെ ഇന്നത്തെ ഇത് ധാരാളം. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടാ, ഉള്ളതുപോലെ പറഞ്ഞുതരും. ചിക്കൻ വേറെ പ്ലേറ്റ് ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത് തന്നെ കഴിക്കുന്നത്. ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ല. കൊള്ളാട്ടോ. മെയിൻ മിസ്റ്റേക്ക് സംഭവിച്ചത് ഓയിൽ കൂടിപ്പോയിന്. ഞാൻ വെള്ളാന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് ഓയിൽ ഒഴിച്ചത്. ഇത്ര പാട് ഓയിൽ കൂടിപ്പോയിന്. ഇത് ബംഗ്ലാദേശുകാർ കറി വെച്ച മാതിരി ആയിപ്പോയി. ബംഗ്ലാദേശുകാർ മറ്റേ ബൈനിങ് ചെയ്തെല്ലാം ഇട്ടിട്ട് പച്ചക്കറി വെക്കലുണ്ട്, അതേമാതിരി ആയിപ്പോയി. പക്ഷെങ്കിൽ ടേസ്റ്റ് ഉണ്ട് കേട്ടാ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് രാത്രി ഒറ്റയ്ക്ക് ഇങ്ങനെ ടെൻ്റ് അടിക്കുന്നത്. ലഡാക്കിൽ ടെൻ്റ് അടിക്കുമ്പോൾ എൻ്റെ പേരെ ഷായർ ഉണ്ടായിന്. പിന്നെ നമ്മുടെ നാട്ടിൽ ഉളുമങ്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് ടെൻ്റ് അടിക്കുമ്പോൾ എൻ്റെ അടുത്ത് വേറെ പേരായുണ്ടായിന്. എന്നാ ഇങ്ങനെയല്ലേ പഠിക്കലേ. ഏത് നാട്ടിൽ പോയിട്ട് ഒറ്റയ്ക്ക് ടെൻ്റ് അടിക്കാൻ പഠിച്ച് ധൈര്യത്തിൽ നിൽക്കാൻ പറ്റിയാൽ യാത്രയെല്ലാം ചെയ്യുമ്പോൾ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ടെൻറ്റ് റൂമിനാണ് നല്ല പൈസയാകുന്നത് യാത്ര ചെയ്യുമ്പോൾ. റൂമിനും പിന്നെ ഫുഡ് നമ്മൾ വെച്ച് കഴിക്കൽ ചെറിയ ചെറിയ സ്ഥലത്തു നിന്നെല്ലാം കഴിച്ചാൽ ചെറിയ റേറ്റ് ആവും. റൂമിന് ഏറ്റവും കൂടുതലാകുന്നത്. പിന്നെ ചില സമയത്ത് റൂം എന്തായാലും എടുക്കേണ്ടി വരുന്നത്, ചാർജ് ചെയ്യാൻ, ഫ്രഷ് ആവാൻ വേണ്ടി, പിന്നെ ഡ്രസ്സൊക്കെ. അപ്പോൾ എൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് എൻ്റെ ടെൻ്റ് ഇടിയുണ്ട്, എൻ്റെ വണ്ടി ഇടിയുണ്ട്. വണ്ടിയെല്ലാം മൊത്തം ലോക്കാക്കിയിട്ടുണ്ട്. നല്ല നിലാവ് വെളിച്ചമുണ്ട് കേട്ടോ, നല്ല നിലാവ് വെളിച്ചമുണ്ട്. ഫുള്ള് ഇപ്പം കുറച്ച് കാണാൻ പറ്റുന്നത് ഫുള്ള് മരുഭൂമി പോലത്തെ സംഭവം കാണാൻ പറ്റുന്നത്. ഒന്നുമില്ല, അങ്ങ് ഒരു ടവറും അതിൻ്റെ ചുറ്റും അനുബന്ധിച്ച് എന്തോ ഒരു ലൈറ്റും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അടുത്ത് കുറച്ച് അടുത്തായിട്ട് അതാണ് കാണുന്നത്. പിന്നെ നമ്മളെ ഖത്തറിന് പോകുന്ന സൗദി റോഡിൻ്റെ ലൈറ്റുകൾ അങ്ങ് കാണുന്നുണ്ട്. അങ്ങനെ വളഞ്ഞ് അങ്ങ് ലാസ്റ്റ് അത് ബോർഡറാന്ന് തോന്നുന്നു. ആ ബോർഡർ കഴിഞ്ഞാൽ പിന്നെ അത് സൗദീൻ്റെ ഭാഗമാണ്. ആടെ കാണുന്ന ലൈറ്റ് അത് സൗദീൻ്റെ ഭാഗമാണ്. അതിൻ്റെ അടക്കാണ് ഈ ഉള്ളിൽ കയറി നിന്നിട്ടുള്ള ഒരു കടലിൻ്റെ ഭാഗമുള്ളത്. ഇപ്പം വെള്ളം ഇറങ്ങിയിട്ടാണ് കാണുന്നത്. രാവിലെ നല്ല കാഴ്ചകളായിരിക്കും, നല്ല തണുപ്പുണ്ട്. അടുത്തൊന്നും വേറൊന്നും സംഭവമൊന്നും കാണുന്നില്ല. ഞാനും എൻ്റെ ടെൻറ്റും മാത്രം ഈ മരുഭൂമിയിലുള്ളത്. എന്നിട്ട് ഞാനും അതിൻ്റെ ഉള്ളിൽ കയറിയെന്ന് ടെൻറ്റ് ക്ലോസ് ചെയ്യാം. ടെൻറ്റിൽ എന്തായാലും ഇനി എൻ്റെ ലൈറ്റ് ഇതും കണ്ടിട്ട് പുറത്തുനിന്ന് ഈച്ചയും പ്രാണിയും അത് ഇതൊന്നും വരണ്ട. ഓക്കെ, വീടും വേറെ ഉണ്ട്. മറ്റേ മീശ കൊതുകുവല. ലേശം പുഴിയെല്ലാം ഉള്ളിലുണ്ട്, അത് പ്രശ്നമില്ല. എന്തായാലും ടെൻറ്റ് ക്ലോസ് ചെയ്തു. ഇനി കുറച്ച് കണക്ക് എഡിറ്റിങ് കാര്യങ്ങളും പരിപാടിയെല്ലാം ഉണ്ട്. ഏതായാലും വലിയ സമയമൊന്നും അതിൽ 7 അത്ര സമയമായല്ലോ. നമ്മൾ രാത്രി കുറേ ടൈമാകുമ്പോൾ ഉറങ്ങുന്നതാണ്. എന്തായാലും ഇന്ന് കുറച്ച് നേരത്തെ ഉറങ്ങും. എനിക്ക് കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട്. അന്നേരം നാളെ ടെൻറ്റ് ഓപ്പണാക്കി പുറത്ത് നല്ല വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നാളെ കാണാം. ഇന്ന് എന്തായാലും എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കടന്നുറങ്ങിട്ട് വേറൊരു ബുദ്ധിമുട്ടും ശല്യമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും മുട്ടിയിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങി നോക്കാം, നോ പ്രോബ്ലം. വേറെ ഓക്കെ, നല്ല വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബൈ ബൈ.